ഗോൾഡ് ലോണിന് പലിശ മാത്രം അടച്ച് പുതുക്കാനാകില്ല. അതെ, സ്വർണം, വെള്ളി, പണയ വായ്പകളുടെ വ്യവസ്ഥകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുക്കിയിരിക്കുകയാണ്. പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം ഒക്ടോബർ 1 നിലവിൽ വന്നു. രണ്ടാം ഘട്ടം 2026 ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കും. ഏപ്രിൽ 1 മുതൽ നടപ്പിലാകുന്ന അടുത്ത ഘട്ടത്തിലെ നിബന്ധനകളും RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വർണ്ണ മൂല്യത്തിന്റെ എത്ര ശതമാനം വരെ വായ്പ അനുവദിക്കാമെന്ന കാര്യത്തിലും RBI നിർദ്ദേശമുണ്ട്. മുൻ ദിവസത്തെ സ്വർണ്ണവിലയോ 30 ദിവസത്തെ ശരാശരിയോ അടിസ്ഥാനമാക്കി വേണം മൂല്യം നിശ്ചയിക്കാൻ. സ്വർണത്തിന്റെ മൂല്യം മാത്രമേ വായ്പയ്ക്കായി പരിഗണിക്കൂ. കല്ലുകൾ, രത്നങ്ങൾ എന്നിവ ഒഴിവാക്കും. 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സ്വർണ്ണ മൂല്യത്തിന്റെ 85% വരെ വായ്പ ലഭിക്കും. 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ മൂല്യത്തിന്റെ 80% വരെ വായ്പ, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 75% വരെ അനുവദിക്കാം. ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥയും RBI കർശനമാക്കിയിട്ടുണ്ട്. പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കി വയ്ക്കാൻ ഇനി കഴിയില്ല. 12 മാസത്തിനുള്ളിൽ മുതലും പലിശയും മുഴുവനായും തിരിച്ചടയ്ക്കണം. പണയത്തുക തിരിച്ചടച്ചാൽ അന്നേ ദിവസമോ 7 പ്രവൃത്തി ദിവസത്തിനുള്ളിലോ പണയം വെച്ച സ്വർണം തിരികെ നൽകണം. ഇതിൽ വീഴ്ച വരുത്തുന്ന ബാങ്കുകൾ പ്രതിദിനം 5000 രൂപ വീതം പിഴ നൽകേണ്ടി വരും. ഇതിനു പുറമെ ഈട്, അതിന്റെ മൂല്യനിർണ്ണയ രീതി, ലേല വ്യവസ്ഥകൾ, സ്വർണം മടക്കി നൽകുന്നതിനുള്ള സമയപരിധി, ഇക്കാര്യങ്ങൾ ഇടപാടുകാരന് നൽകുന്ന വായ്പാ കരാറിൽ വ്യക്തമാക്കിയിരിക്കണം. വിശദാംശങ്ങളെല്ലാം വായ്പ എടുത്തയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തയ്യാറാക്കി നൽകുകയും വേണം. പണയ സ്വർണം ലേലം ചെയ്യുന്നതിന് മുൻപ് ഉപഭോക്താവിനെ ചട്ടപ്രകാരം അറിയിക്കണം. ലേലത്തിനുള്ള മിനിമം തുക വിപണി മൂല്യത്തിന്റെ 90% റിസർവ് തുകയെ നിലനിർത്തണം. വിജയകരമല്ലാത്ത 2 ലേലങ്ങൾക്ക് ശേഷം ഇത് 85% ആക്കാം. ലേലം ചെയ്ത് കിട്ടുന്ന തുകയിൽ വായ്പാ തിരിച്ചടവിന് ശേഷം ബാക്കി വരുന്നത് 7 ദിവസത്തിനുള്ളിൽ ഉപഭോക്താവിന് മടക്കി നൽകുകയും വേണം. വായ്പാ നിബന്ധനകൾ, മൂല്യനിർണ്ണയം, തിരിച്ചടവ് വ്യവസ്ഥകൾ, ലേല നടപടികൾ എന്നിവ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന ഭാഷയിൽ ലഭ്യമാക്കണം. വായ്പ എടുക്കുന്നയാൾക്ക് എഴുത്തും വായനയും അറിയില്ലെങ്കിൽ സ്വതന്ത്രനായ മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും RBI നിർദ്ദേശത്തിൽ പറയുന്നു.